നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടു. അപകട സ്ഥലവും സന്ദർശിച്ചു. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ സ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എയർ ഇന്ത്യ സിഇഒ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അടക്കം പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അപകട സ്ഥലത്ത് നിന്നും പ്രധാനമന്ത്രി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി കണ്ടു. ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവം ബന്ധുവായ ലിവിയ കസ്റ്റഡിയിൽ. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ ജോസ്. ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ലിവിയെ പിടികൂടാൻ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്നു ലിവിയ. സഹോദരിയുടെ അമ്മായിയമ്മയായ ഷീല സണ്ണിയെ കുടുക്കാൻ വ്യാജ ലഹരി കേസിൽ പ്രതിയാക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ദുബായിലേക്ക് പോവുകയായിരുന്നു. ലിവിയെ നാളെ കേരളത്തിൽ എത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു. KSRTC ബസ്സിൽ തീപിടുത്തം. കോട്ടയം കാസർഗോഡ് മിന്നൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് വടകരയിലാണ് അപകടം സംഭവിച്ചത്. തീപിടിച്ച് ടയർ പൊട്ടുകയായിരുന്നു. ബസ്സിലെ യാത്രക്കാർ സുരക്ഷിതരാണ്. 30ഓളം യാത്രക്കാരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത്. യാത്രക്കാരനെ ബസ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പോയ KSRTC സ്വിഫ്റ്റ് ബസ്സിലാണ് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളത്ത് നിന്ന് ബത്തേരിയിലേക്ക് കയറിയ യാത്രക്കാരനാണ് മരിച്ചത്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെത്തി ബസ് നിർത്തിയപ്പോൾ ഇറങ്ങാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് സീറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം ഹൃദയാഘാതം ആണെന്നാണ് പ്രാഥമിക നിഗമനം. സുൽത്താൻ ബത്തേരി പോലീസ് സ്ഥലത്തെത്തി. മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അഹമ്മദാബാദ് ആകാശ ദുരന്തം. മരിച്ച രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി മരിച്ച രഞ്ജിതയെ അപമാനിച്ചത്. അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഹസിൽദാരുടെ പരാമർശം. അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ അശ്ലീല കമന്റ് ഇട്ടത്. പോസ്റ്റ് വിവാദമായതോടെ തഹസിൽദാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇയാളെ ജില്ലാ കളക്ടർ ഇമ്പശേഖർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മുൻ മന്ത്രിയും MLAയുമായ ചന്ദ്രശേഖരനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജാതീയമായി അധിക്ഷേപിച്ചതിന് 2024 സെപ്റ്റംബറിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു.